എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ്, അതായത് admission.uoc.ac.in എന്ന, അതായത് admission.uoc.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ UG എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് തന്നെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 2024-25 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതുപോലെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഈ ഒരു എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫീസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ഏകദേശം ഫീസ് വരിക എന്ന, ഓരോ കോഴ്സിനും എത്ര രൂപ വീതമാണ് ഫീസ് വരിക എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2023 ആ ഒരു, അതായത് ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ വർഷത്തെ ആ ഒരു ഫീസ് സ്ട്രക്ചർ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് കോളേജിൽ എത്ര രൂപയാണ് വരിക എന്നുള്ളതും, അതുപോലെ തന്നെ എയ്ഡഡ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും എത്ര രൂപയാണ് ഓരോ സെമസ്റ്ററിനും ഫീസായിട്ട് വരിക എന്നുള്ള ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ IHRDക്ക് കീഴിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഈ ഒരു BCA, BSc, BCom, BBA, BA കോഴ്സുകൾക്ക് എത്ര രൂപയാണ് ഈ ഒരു പെർ സെമസ്റ്റർ ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് നിങ്ങൾക്ക് എത്രയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ അത് JMC ആരണാട്ടുകര തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ചെറിയ ഫീസ് തന്നെയാണ് വരുന്നത്. അതായത് ഏകദേശം ഒരു 2000-നുള്ളിൽ രൂപ മാത്രമാണ് ആകെയായിട്ട് ഫീസ് ഇനത്തിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ് സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് പെർ സെമസ്റ്റർ എത്ര രൂപയാണ് ട്യൂഷൻ ഫീസ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡ്മിഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ് എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ടോട്ടൽ നിങ്ങൾക്ക് ബാക്കി ചിലവ്, അതായത് സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ ലൈബ്രറി, സ്റ്റേഷനറി ഫീസ്, ഈ ഒരു രീതിയിൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഇത്രയും ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ നിന്നും നിങ്ങൾക്ക് ഈ വർഷത്തെ ഫീസ്, അതായത് സെൽഫ് ഫിനാൻസ്, എയ്ഡഡ് കോളേജുകൾ, അതുപോലെ ഗവൺമെൻറ് കോളേജുകൾ, അതുപോലെ യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ് സെൻറ്റേഴ്സ്, അതുപോലെ IHRD സെൻറ്റേഴ്സ്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ചില സെൽഫ് ഫിനാൻസ് സെൻറ്റർ അല്ലാതെ ക്യാമ്പസിൽ ആ ഒരു ഫീസ് കുറവാണ്. അത് ഗവൺമെൻറ് കോളേജിനെ അനുസരിച്ച് അതേ സെയിം ഫീസ് തന്നെയാണ്. അത് വളരെ കുറഞ്ഞൊരു ഫീസിൽ തന്നെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കറക്റ്റായിട്ട് അതായത് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ് രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് യാതൊരു കാരണവശാലും മാനേജ്മെൻറ്റ്, സ്പോർട്സ്, സമുദായ, അതുപോലെ സംവരണ സീറ്റുകളിലേക്കുള്ള പ്രവേശനം കിട്ടില്ല. മെറിറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകൾ പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് പ്രവേശന സമയത്ത് നിശ്ചിത ഡിപ്പാർട്ട്മെൻറ്റ്, സെൻറ്റർ, കോളേജിൽ സമർപ്പിക്കേണ്ടതുമാണ്. അതുപോലെ ഈ ഒരു അപേക്ഷയ്ക്ക് 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാം ഘട്ടം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ, രണ്ടാം ഘട്ടം ഫീസ് അടക്കുക. ഓൺലൈൻ വഴി മാത്രമാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടത്. അതുപോലെ അപേക്ഷ നൽകുന്നതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. ജനനത്തീയതി തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, മൊബൈൽ നമ്പർ, അപേക്ഷൻ്റെയോ അല്ലെങ്കിൽ അപേക്ഷൻ്റെ മാതാപിതാക്കളുടെയോ രക്ഷിതാവിൻ്റെയോ മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. അതുപോലെ ഒരു കാരണവശാലും ഇൻ്റർനെറ്റ് കഫേകളുടെയോ അപേക്ഷ പൂരിപ്പിക്കുന്നതിനായിട്ട് സമീപിച്ചിട്ടുള്ള മറ്റ് ഏജൻസികളുടെയോ മൊബൈൽ നമ്പർ നൽകരുത്. അലോട്ട്മെൻറ്റ് പോലുള്ള സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും SMS വഴിയാണ് നിങ്ങളെ അറിയിക്കുക. അതായത് ഈ ഒരു SMS നിങ്ങളുടെ ഫോണിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മൊബൈൽ നമ്പറാണ് നൽകുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ നിങ്ങൾ അറിയാതെ പോകാൻ ഇടയുണ്ട്. അതായത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ, അതായത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ മാത്രം നമ്പർ നൽകുക. അല്ലാതെ മറ്റുള്ളവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ SMS വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്നും കാണാനായിട്ടോ അല്ലെങ്കിൽ അറിയാനായിട്ടോ സാധിക്കുന്നതല്ല. കാരണം അക്ഷയ വഴി അപേക്ഷിക്കുന്നവരൊക്കെ അവരുടെ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കരുത്, അക്കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇമെയിൽ ID ഇതേ രീതിയിൽ തന്നെ മാത്രമേ നൽകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയയുടെയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെയോ ഒന്നും നമ്പർ നൽകരുത്. കാരണം ഇമെയിൽ ID ഇല്ലാത്തവർ ഈ ഒരു ഇമെയിൽ ID സ്വന്തമായിട്ട് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഇതിൽ
പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ഓരോ പ്രവേശന വിജ്ഞാപനത്തിലും പ്രതിപാദിച്ചിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾ അടക്കണം. ഇനി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ JPG ഫോർമാറ്റിലുള്ളത്. അതുപോലെ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് കോഴ്സ് മുൻഗണനാ പ്രകാരം ആദ്യം തയ്യാറാക്കി വെക്കുക. ഒരു അപേക്ഷന് വിവിധ കോളേജുകളിൽ നിന്നുമായിട്ട് വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള അത്രയും കോഴ്സുകൾ പ്രോഗ്രാമുകൾ തിരഞ്ഞെടുത്ത് സമർപ്പിക്കാം. കോളേജ് കോഴ്സ് എന്നിവയുടെ ലിസ്റ്റ് admission.uc.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സ്വാശ്രയ കോളേജിലെയും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലെയും ഫീസ് അതുപോലെ ഗവൺമെൻറ് കോളേജിലും ഫീസ് നിരക്കിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അത് വർഷത്തെ ഫീസ് ഘടന സർവ്വശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ AAY സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് റിസർവേഷൻ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനാൽ പ്രിവ്യൂ പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ സമർപ്പണം നടത്താവൂ. പേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രസ്തുത വിൻഡോ റിഫ്രഷ് ചെയ്യുകയോ ബാക്ക് ബട്ടൺ അമർത്തുകയോ ചെയ്യരുത്. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റുകളും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് സർവ്വശാലയിലേക്ക് അയക്കേണ്ടതില്ല. ഇത് പ്രവേശന സമയത്ത് കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ugcap@uoc.ac.in എന്ന ആ ഒരു ഇമെയിൽ IDയിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അത് കറക്റ്റായിട്ട് എങ്ങനെ ഈ ഒരു സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാമെന്നുള്ള ഫുൾ സ്റ്റെപ്പുകളും ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകുക. അതായത് ഓരോ സ്റ്റെപ്പിലും കറക്റ്റായിട്ട് എങ്ങനെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകണം, CAP ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ ഒരു തവണ അപേക്ഷ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ എഡിറ്റ് ചെയ്യാനോ മറ്റോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അപേക്ഷയുടെ പ്രിവ്യൂ പേജ് നിങ്ങൾക്ക് ഒരു പച്ച കളറിൽ പ്രിവ്യൂ പേജ് അവസാനം കാണിച്ചു തരും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇതാണെന്നാണ് തോന്നുന്നത് പ്രിവ്യൂ പേജ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരും. അതായത് പ്രിവ്യൂ പേജ് ഇതുപോലെയാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നൽകിയ കോളേജുകളൊക്കെ അതായത് നിങ്ങൾക്ക് വേണ്ട കോളേജൊക്കെ പ്രയോറിറ്റി ബേസിലാണ് നൽകേണ്ടത്. പ്രയോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് മുൻഗണനാക്രമത്തിൽ നൽകുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ അപേക്ഷയിൽ തിരുത്തുവാനായിട്ട് നിങ്ങൾക്ക് അവസരം പിന്നീട് കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രിവ്യൂ പേജിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പ്രീവിയസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു അതായത് പ്രീവിയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു നീല കളറിൽ ബട്ടൺ കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അടുത്ത പേജിലേക്ക് അതായത് മുൻപത്തെ പേജിലേക്ക് പോവുകയും നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസുകൾ ശരിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ പ്രിവ്യൂ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വഴിയാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസും മറ്റും നൽകി അതായത് അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിൽസും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പേജ് റിഫ്രഷ് ചെയ്ത് കാരണം ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഫീ പേയ്മെൻറ്റിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിൻ്റൗട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല. നിങ്ങൾക്ക് അപേക്ഷയുടെ പ്രിൻ്റൗട്ട് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേരള സ്റ്റേറ്റ് ആർട്സ് ആൻഡ് ഫെസ്റ്റിവൽ NCC അതുപോലെ തന്നെ NSS അതുപോലെ SPC ഇതുപോലെ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ PD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് പ്രത്യേക ശ്രദ്ധയുണ്ട്. അത് ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ ഒരു കാര്യം നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ വേളയിൽ ഏതെങ്കിലും ഭാഗത്ത് പിന്നീട് തുടരാം ഒന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം ലോഗൗട്ട് ചെയ്യുക. രജിസ്ട്രേഷൻ വേളയിൽ ഒരു കാരണവശാലും സെർച്ച് ബ്രൗസറിൻ്റെ ബാക്ക് ബട്ടൺ ഉപയോഗിക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുന്നത് കുറ്റകരവും അഡ്മിഷൻ റദ്ദ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. സമർപ്പിക്കുന്ന വിവരങ്ങൾ ശരിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അപേക്ഷകൻ്റെ ഉത്തരവാദിത്തമാണ്. CAP ID പാസ്വേഡ് എന്നിവ രജിസ്ട്രേഷൻ ആരംഭിച്ച് അഡ്മിഷൻ അവസാനിക്കുന്നതിന് ഇടയിൽ നഷ്ടപ്പെടുന്ന പക്ഷം വിദ്യാർത്ഥിക്ക് രജിസ്ട്രേഷൻ പേജിൻ്റെ ചുവടെ നൽകിയിട്ടുള്ള ഫോർഗോട്ട് CAP ID പാസ്വേഡ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട്
നോക്കിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അപേക്ഷയിൽ തെറ്റ് വന്നാൽ പിന്നീട് ഈ ഒരു സബ്മിറ്റ് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഇനി ക്ലിക്ക് ഹിയർ, അതായത് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അപ്ലൈ ചെയ്യാനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് അപ്ലൈ ചെയ്യാനുള്ള ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഏകദേശം 65ഓളം പേജ് ഉണ്ട്. അപ്പോൾ ഓരോ കോഴ്സിലെയും അതായത് ഓരോ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ, അതായത് അപേക്ഷയിൽ എങ്ങനെയാണ് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ കോളേജുകൾ, ഏതൊക്കെ കോഴ്സുകൾ, കമ്മ്യൂണിറ്റി റിസർവേഷൻ ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസും അതുപോലെ എത്ര സീറ്റുകൾ ഓരോ കോഴ്സിനുണ്ട്, ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ സീറ്റുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു പ്രോസ്പെക്ടസിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കോഴ്സ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അബ്രീവിയേഷൻസും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യാം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് അതായത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് അതായത് ഈ ഒരു പ്രോസ്പെക്ടസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തൊക്കെ ഡീറ്റെയിൽസാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ നൽകുക. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾക്ക് യൂസർ മാനുവലിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷയിൽ, അതായത് എങ്ങനെ അപേക്ഷിക്കണം, അതുപോലെ അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നു മുതൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ വന്ന ശേഷം നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.